യേശു പറഞ്ഞത് ലോകത്ത് മറ്റെവിടെയോ ഉള്ള ഒരാളെ സ്നേഹിക്കുക എന്നായിരുന്നെങ്കിൽ ആളുകൾ അവരെ സ്നേഹിച്ചേനെ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുന്നത് എളുപ്പമല്ല, അതിന് പരിവർത്തനം ആവശ്യമാണ്. ശരിയല്ലേ? അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ആവശ്യമാണ്. അയൽക്കാരൻ എന്നാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്നവർ എന്നല്ല. ഈ നിമിഷം നിങ്ങളുടെ അടുത്ത് ആരാണെങ്കിലും അവരെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിച്ചാൽ സ്നേഹം നിങ്ങളുടെ ഒരു ഗുണമായി മാറും, അല്ലേ? സ്നേഹിക്കുക എന്നാൽ എന്താണ്? വികാരത്തിന്റെ തലത്തിൽ നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നാണ്, ശരിയല്ലേ? നിങ്ങളുടെ ബുദ്ധി എല്ലാവരെയും ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റുള്ളവരെ ഒഴിവാക്കി ഒരു സാധാരണ വ്യക്തിയാകാൻ സമൂഹം പറയുന്നു. വ്യക്തിത്വം കെട്ടിപ്പടുക്കാനാണ് അവർ പറയുന്നത്, അല്ലേ? ഞാനിങ്ങനെയാണ്, ഇതാണ് എൻ്റെ രീതി, അല്ലേ? അസ്തിത്വത്തിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഒന്നിനു മുകളിൽ മറ്റൊന്ന് എന്ന രീതിയിലല്ല അസ്തിത്വമുള്ളത്. ഒന്നിനു മുകളിൽ മറ്റൊന്ന്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് അസ്തിത്വത്തിന്റെ സ്വഭാവം.